ഓട്ടോ വാടകയ്ക്ക് എടുത്തതാ. ഹസ്ബൻഡ് മരിച്ചിട്ട് 9 വർഷമാകുന്നു അടുത്ത മാസം ആകുമ്പോ. അമ്മ എല്ലാം അരിഞ്ഞു പറക്കി തരും, ഞാനെല്ലാം 12:30 ആകുമ്പോഴത്തേനും ഇവിടെ എത്തും. ഓട്ടോ വാടകയ്ക്ക് വിളിച്ചിട്ടാണ് ഇവിടെ ചേച്ചി കച്ചവടത്തിന് വേണ്ടി വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരാണ് കേട്ടാ. അപ്പം ഒരു ചേച്ചിയുണ്ട്, ഒരു ഓട്ടോയും ഉണ്ട്. ചേച്ചിയുടെ അതിജീവനത്തിന്റെ ഒരു ബിരിയാണി കച്ചവടമാണ്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ഷീബ. ചേച്ചി ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ ഇപ്പൊ ഒരു 4 മാസം കഴിഞ്ഞു. 4 മാസം കഴിഞ്ഞു. ബിരിയാണിക്ക് എങ്ങനെയുണ്ട് അഭിപ്രായം? ആൾക്കാരൊക്കെ വാങ്ങിച്ച് സഹായിക്കുന്നുണ്ടോ? ഉണ്ട്, എല്ലാരും നല്ല അഭിപ്രായമാണ്. ആ, എത്ര മണിയാകുമ്പം ഇത് തുടങ്ങും ഇതിന്റെ പരിപാടി ഇവിടെ കൊണ്ടുവന്നിട്ട്? 12:30 ആകുമ്പോഴത്തേനും ഇവിടെ എത്തും. ഓക്കെ ഓക്കെ. ചെയ്തു തുടങ്ങുന്നയോ? ചെയ്ത് 3:30 ആകുമ്പോ എഴുന്നേക്കും. ആ, എന്നിട്ട് ഇതെല്ലാം ചെയ്യാനായിട്ട് ആരെങ്കിലും സഹായിക്കുമോ അതോ? അമ്മയുണ്ട്. അമ്മയും മോളും കൂടെ ചെയ്യുന്ന അല്ലേ? അമ്മ എല്ലാം അരിഞ്ഞു പറക്കി തരും, ഞാനെല്ലാം ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ ചെങ്ങന്നൂര് ഇത് IT ജംഗ്ഷൻ ആണല്ലേ? അതെ അതെ. ഓട്ടോ എങ്ങനെ വാടകയ്ക്ക് വിളിക്കുവോ? ഓട്ടോ വാടകയ്ക്ക് എടുത്തതാ. വാടകയ്ക്ക് വിളിക്കും. ചേച്ചി എന്നാലും എത്ര മണിയാകുമ്പോ എല്ലാ ദിവസവും ഇവിടെ എത്തും? ഞാനൊരു 12:30 ആകുമ്പോഴത്തേനും ഇവിടെ വരുന്നതാ. പക്ഷെ ഇന്ന് ഇച്ചിരി താമസിച്ചു പോയി, വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. പിന്നെ ഇതിന് മുന്നേ 3-4 ദിവസത്തേന് വേറൊരു വണ്ടി കൂലിക്ക് എടുത്തിരിക്കുവായിരുന്നു. അപ്പൊ ഇന്ന് ആ പുള്ളിക്ക് ആ വണ്ടി വേണമായിരുന്നു. പിന്നെ ഇത് വർക്ക്ഷോപ്പിൽ നിന്ന് പെട്ടെന്ന് റെഡിയാക്കിക്കൊണ്ട് വന്നതാ. ചേച്ചിക്ക് ബൈക്കൊന്നും ഓടിക്കാൻ അറിയത്തില്ലല്ലേ? അതുകൊണ്ട് ഓട്ടോ വാടകയ്ക്ക് വിളിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി വരാൻ വേണ്ടി അല്ലേ? ഇങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം എങ്ങനെയാണ്? ഹസ്ബൻഡ് മരിച്ചിട്ട് 9 വർഷമാകുന്നു അടുത്ത മാസം ആകുമ്പോ. അപ്പൊ ചേച്ചിയുടെ ഒരു അതിജീവനത്തിന്റെ ഒരു ബിരിയാണിയാണ് ഇതല്ലേ? സ്വന്തം താല്പര്യത്തില് സ്വന്തമായിട്ട് തന്നെ ആലോചിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ചേച്ചി എത്ര ബിരിയാണിയോളം കൊണ്ടുവരും ഒരു ദിവസം? ഞാനൊരു 55 എണ്ണം കൊണ്ടുവരും. സ്ഥിരം ആൾക്കാരുണ്ട്. 2 മക്കളുണ്ടല്ലേ? 2 മക്കളുണ്ട്. ആ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയാണ് ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിരിയാണി കച്ചവടത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എത്ര രൂപ ചേച്ചിയുടെ ബിരിയാണിക്ക്? ഒരു ബിരിയാണിക്ക് 100 രൂപ. ഒരു ബിരിയാണിക്ക് 100 രൂപ. ഇവിടെ ആൾക്കാരൊക്കെ നിർത്തിയൊക്കെ വാങ്ങിച്ച് സഹായിക്കുന്നുണ്ട്. അപ്പം ഓട്ടോ സ്വന്തമല്ല, ഓട്ടോ വാടകയ്ക്ക് വിളിച്ചിട്ടാണ് ഇവിടെ ചേച്ചി കച്ചവടത്തിന് വേണ്ടി വരുന്നത്. നമ്മള് ബിരിയാണി ചിക്കൻ ബിരിയാണി മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ? ചിക്കൻ ബിരിയാണി ഉണ്ട്. ഇതിനിടയ്ക്ക് വൈകിട്ട് എല്ലും കപ്പയും. വൈകുന്നേരം ഇവിടെ വരുമോ? വൈകുന്നേരം ചില സമയങ്ങളില്, ചില ദിവസങ്ങളില്. ചേച്ചി ഓർഡർ വല്ലതും സ്വീകരിക്കുന്നുണ്ടോ? ഓർഡർ ഉണ്ട്. ഓർഡർ എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ടോ. ചേച്ചിയുടെ ബിരിയാണി എന്ന് പറയുമ്പോൾ ഈ ഓട്ടോയ്ക്ക് അത് പെട്ടികളിലാക്കി വെച്ചിരിക്കുക. ചേച്ചി ബിരിയാണി ഒന്ന് കാണിച്ചേ. ഇതാണ് ചേച്ചിയുടെ ബിരിയാണി അല്ലേ? ഓർഡർ ഉണ്ടെങ്കിൽ നമ്മള് ഊണൊക്കെ ചെയ്തു കൊടുക്കും അല്ലേ? ഊണും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കും. ചേച്ചിയുടെ കച്ചവടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂര്. ഇത് IT ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അല്ലേ? ഇത് IT ജംഗ്ഷൻ ആണല്ലേ? ഇത് ഏത് ഭാഗമായിട്ട് വരും? ഇത് ഹാച്ചറി ജംഗ്ഷൻ ആണ്. ഇവിടെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് റെഡ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. റെഡ് ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ചേച്ചി നിൽക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? അപ്പം ഹസ്ബൻഡ് ഇല്ല. അപ്പൊ സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു ജീവിത മാർഗം തന്നെയാണ് ഈ ഒരു ബിരിയാണി. അപ്പം പ്രത്യേകിച്ച് പരസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ചേച്ചിയുടെ ബിരിയാണി എല്ലാവരും വാങ്ങി സഹായിക്കുന്നുണ്ട്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധനം തീരും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന ആലപ്പുഴ ജില്ലയിൽ ചേച്ചിയുടെ സ്ഥലം എന്ന് പറയുന്നത് ചെങ്ങന്നൂര് IT ജംഗ്ഷൻ ആണ്. അപ്പൊ എല്ലാവരും ബിരിയാണി വാങ്ങിച്ചിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാ ചേച്ചി, അപ്പൊ കച്ചവടം എല്ലാവരും ഒന്ന് ഉഷാറായി കൊടുക്കും കേട്ടോ. പോട്ടെ.